തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിയിലെ പൊട്ടിത്തെറിക്ക് പിന്നാലെ നിർണായക LDF യോഗം ഇന്ന്. ഭരണവിരുദ്ധ വികാരമില്ലെന്ന CPIM നിലപാടും ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കം തിരിച്ചടിച്ചെന്ന CPI വിമർശനവും ചർച്ചയാകും. അതിവേഗം തിരുത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാനാണ് മുന്നണിയുടെ നീക്കം. TV പ്രസാദ് നൽകും വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് പ്രസാദ്. ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് CPIയും ഇല്ലെന്ന് CPIഎമ്മും ഇന്നലെ വിലയിരുത്തുന്നു. അതിൽ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം കൂടി CPIയിൽ ഉയരുന്നു. താൻ ഒറ്റയ്ക്ക് ഒരു തീരുമാനമെടുക്കുന്നു, മുഖ്യമന്ത്രി ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കുന്നതടക്കമുള്ള രീതിയിലുള്ള രൂക്ഷമായ വിമർശനവും അതിൽ ഉയരുകയും ചെയ്യുന്നു. ഇന്നിപ്പോൾ LDF യോഗം ചേരുമ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിയുമായി ബന്ധപ്പെട്ട് ഈ വലിയ തിരിച്ചടിയുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിൽ ചർച്ച നീളുമെന്നാണ് മനസ്സിലാക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അതെങ്ങനെ അതിനെ വിലയിരുത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഗുഡ് മോർണിംഗ് റോഷ്നി. ശ്രുതി പറഞ്ഞതുപോലെ വലിയ അഭിപ്രായ വ്യത്യാസം ഇക്കാര്യത്തിൽ CPIയും CPIഎമ്മും ഉണ്ട്. മുഖ്യമന്ത്രിയെ തള്ളിക്കൊണ്ടുള്ള ഒരു പ്രസ്താവന എന്നുള്ളതാണ് ഭരണവിരുദ്ധ വികാരം എന്ന് പറയാൻ വേണ്ടിയിട്ട് കാരണമാവുക. അങ്ങനെ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് പറഞ്ഞാൽ അത് ഉറപ്പായും പാർട്ടി മുഖ്യമന്ത്രിയെ തള്ളുന്നതിന് തുല്യമാകും. അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരമുണ്ടായി എന്ന ഒരു പൊതു വിലയിരുത്തലിലേക്ക് CPIM എത്താൻ ഇടയില്ല. പക്ഷേ ഓരോ വിഷയങ്ങളെയും അതിൻ്റെ മെറിറ്റിൽ ചോദ്യം ചെയ്യുക, ചർച്ച ചെയ്യുക എന്നുള്ളതാണ് CPIM ഉദ്ദേശിക്കുന്നത്. പ്രധാനമായും സ്വർണ്ണപ്പാളി വിഷയവും അതുപോലെ തന്നെ മറ്റ് ഒരുപാട് കാര്യങ്ങളും സമീപകാലത്ത് സംഭവിച്ചതിൽ PM ശ്രീ ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങളും അത് തോൽവിയുടെ ആക്കം കൂട്ടി എന്ന വിലയിരുത്തൽ തന്നെയാണ് CPIഎമ്മിനുള്ളത്. പക്ഷേ ഭരണവിരുദ്ധ വികാരം എന്ന് പ്രത്യക്ഷമായി പറയുന്നില്ലെന്നേ ഉള്ളൂ. CPI കുറച്ചുകൂടി കടുപ്പിച്ചുകൊണ്ട് തന്നെയാണ് രംഗത്തെത്തുന്നത്. സർക്കാർ എടുത്ത പല തീരുമാനങ്ങളും, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി എടുത്ത പല തീരുമാനങ്ങളും അത് തെറ്റായെന്നും അതിൻ്റെ ഭാഗമായാണ് ഈ തിരിച്ചടിയെന്നും ഉള്ളതാണ് CPIയുടെ യോഗങ്ങളിൽ പ്രധാനമായും ചർച്ച ഉയർന്നത്. ഈ കാര്യങ്ങളെല്ലാം ഇനി LDF ഇഴകീറി പരിശോധിക്കുമോ എന്നുള്ളതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. അതല്ല, കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇനി അങ്ങോട്ടേക്ക് നന്നായി പോയാൽ മാത്രമേ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയൂ എന്ന തീരുമാനമാക്കി പിരിയുകയാണോ ചെയ്യുക എന്ന കാര്യത്തിൽ എന്തായാലും വ്യക്തതയില്ല. പക്ഷേ ഉണ്ടായ വിഷയങ്ങൾ ഉറപ്പായും അത് LDF യോഗത്തിൽ ഉന്നയിക്കും. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞു പോയത്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പുള്ള തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ ഇതിൻ്റെ ഫലത്തിന് ഏറെ പ്രസക്തിയുണ്ട്. മാത്രമല്ല, ആളുകളുടെ ഇടയിൽ ഇനി വരാൻ പോകുന്നത് UDF സർക്കാരാണ് എന്നൊരു പ്രതീതി ഉണ്ടാക്കാൻ തദ്ദേശ തെരഞ്ഞെടുപ്പിന് കഴിഞ്ഞു എന്നുള്ളതായാണ് CPIഎമ്മിൻ്റെയും CPIയുടെയും പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ എല്ലാം വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം ഏറെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ നിന്ന് എന്ത് തിരുത്താൻ കഴിയും എന്നുള്ള ആലോചനയാണ് പ്രധാനമായും നടത്തുന്നത്. അത് സംബന്ധിച്ചുള്ള ചർച്ച ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഇനിയുള്ള 3 മാസം അത് ഏറെ നിർണായകമാണ്. ഇനിയുള്ള 3 മാസത്തിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും, എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ, നേരത്തെ തുടങ്ങാൻ ഉദ്ദേശിച്ച പദ്ധതികൾ, സംഭവിച്ച പോകും. CPIഎം ആണെങ്കിൽ ഈ മാസം തന്നെ ജില്ലാ കമ്മിറ്റികൾ യോഗം ചേർന്ന് വിശദമായ ചർച്ച നടത്തുകയും ചെയ്യും. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള ഗൗരവമായ പരിശോധനയിലേക്ക് CPM CPI കടക്കുന്നു. ആ വിഷയം ഇന്നത്തെ LDF യോഗത്തിലേക്ക് വരികയും ചെയ്യും. ഓക്കെ, വ്യക്തമാണ്. TV പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്.